നമ്മുടെ ഗാരേജിൽ നല്ല അടിപൊളി ജൈറോ ഹെലികോപ്റ്റർ സെയിലിന് എത്തിയിട്ടുണ്ട്. 2 കളർ വേരിയന്റ് ആണ് നമ്മുടെ എത്തിയിരിക്കുന്നത്, യെല്ലോയും റെഡും. അപ്പൊ ഞാൻ ഈ യെല്ലോ എന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സൈസിലാണ് ഹെലികോപ്റ്റർ വരുന്നത്. ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത്. ഓൾഡ് മോഡലിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നത് RC റിമോട്ടായിരുന്നു. RC റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിനയുടെ റിമോട്ടായിരുന്നു. അപ്പൊ ഇത് അപ്ഡേറ്റ് വേർഷനാണ് വരുന്നത്. ഇതിന്റെ 2.4 റിമോട്ടാണ് വരുന്നത്. RC റിമോട്ടിന് റേഞ്ച് കുറവായിരിക്കുള്ളൂ, 2.4 റിമോട്ടിന് റേഞ്ച് കൂടുതലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മോഡലിലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ആദ്യകാലങ്ങളിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ അതിന്റെ ഉള്ളിൽ ബാറ്ററി ഫിക്സഡ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഊരിയെടുത്ത് ചാർജ് ചെയ്യാം. ഈ ഒരു USB കേബിൾ വെച്ചാണ് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ, അതേപോലെ തന്നെ ബാക്കിൽ ടൈൽ റാഡിൻ്റെ ഒരു പ്രൊപ്പലറും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഫ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ റിമോട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിമോട്ടിൽ 3 AA ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. ഹെലികോപ്റ്ററിന്റെ അടിഭാഗത്തോട്ടാണ് ഈ ബാറ്ററി ഇടുന്നത്. ഇപ്പൊ ബാറ്ററി ലോക്കായി, ഹെലികോപ്റ്റർ ഓണായി. അപ്പോൾ നമുക്കൊന്ന് ഗ്രൗണ്ടിൽ കൊണ്ടിട്ടൊന്ന് ഫ്ലൈ ചെയ്ത് ഈ റിമോട്ടിലെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഹെലികോപ്റ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ട് ഒന്ന് ഓൺ ചെയ്യാം. ഇതാണ് റിമോട്ടിൻ്റെ ഓൺ വരുന്നത്. ഇപ്പോൾ റിമോട്ട് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്ററായിട്ട് റിമോട്ട് പെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ബട്ടൺ വരുന്നത് ഈ ഒരു ബട്ടണിലാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ സ്റ്റാർട്ടായി. അതിൻ്റെ ടേക്ക് ഓഫ് ബട്ടൺ വരുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഫ്ലൈ ആയി തുടങ്ങി. അതേപോലെ തന്നെ ഈ ഒരു ഒറ്റ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ലാൻഡ് ആവും. നല്ല അടിപൊളി ഫീച്ചറാണ് റിമോട്ടിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒറ്റക്ക് ഷൂട്ട് ചെയ്ത കാരണമാണ് എനിക്കിത് ഫ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പം ഞാൻ ഈ റെഡ് ഫ്ലൈ ചെയ്യണ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹെലികോപ്റ്റർ ആവശ്യമുള്ള ആൾക്കാർ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി.